നന്ദമ്മയുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. ഒരു നിമിഷം അവർ ആരെയും മാത്രം നോക്കി നിന്നു. ശേഷം പതിയെ പറഞ്ഞു, നിന്നെ കണ്ട് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു മോളെ. ആര്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നീ നല്ലൊരു പെൺകുട്ടിയാണ്. ഇതുപോലെ ഒരു മകൾ എൻ്റെ വീട്ടിലേക്ക് വരണമെന്നത് ഞാനും ആഗ്രഹിച്ചിരുന്നു. അവളുടെ ശബ്ദം വിങ്ങി. പക്ഷെ ഒടുവിൽ കാര്യങ്ങൾ ഇങ്ങനെയായി. നന്ദമ്മ ആദിത്യനെ നോക്കി. എൻ്റെ ആദി. ഒരു പുഞ്ചിരി വേദനയായി മാറി. ഇതുവരെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് നടന്നവനായിരുന്നു അവൻ. പക്ഷെ നിന്നെ കണ്ടപ്പോൾ നിന്നെ മതിയെന്ന് പറഞ്ഞു. ആരെ ഞെട്ടി തലയുയർത്തി. ഒരുപാട് നിർബന്ധിച്ചാണ് അവനെ പെണ്ണു കാണാൻ കൊണ്ടുപോയത് തന്നെ. അന്ന് നന്ദമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് നീ എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ. അവർ പതിയെ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ ആദിക്ക് വേണ്ടി നോക്കില്ലായിരുന്നു. വിഹാനെ തന്നെ നിന്നെ വിവാഹം കഴിപ്പിച്ചേനെ. ഞാൻ അന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞതല്ലേ എൻ്റെ മകനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. അതിന് നീ ഇഷ്ടമായി എന്നും എന്നോട് മറുപടി പറഞ്ഞു. അതാണല്ലോ ഇതെല്ലാം നടന്നത്. ഉമ്മറത്ത് വീണ്ടും നിശബ്ദത പടർന്നു. ആ മണ്ഡപത്തിൽ എൻ്റെ മകൻ അപമാനിക്കപ്പെടരുതെന്ന് കരുതിയാണ് അവൻ അനന്യയെ നോക്കി നിന്റെ അനിയത്തിയെ എൻ്റെ ആദിക്ക് വിവാഹം കഴിപ്പിച്ചത്. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അതുപോലെ നന്ദമ്മയുടെ ശബ്ദം വീണ്ടും വിറച്ചു. നിന്റെ അച്ഛനെയും അമ്മയെയും കണ്ണീർ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ആര്യ അത് കേട്ടതും പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ 2 ആൺമക്കളെയും ഞാൻ ഒരുപോലെ തന്നെ വളർത്തിയത്. നന്ദമ്മയുടെ കണ്ണുനീർ ഒഴുകി. ഇതുവരെ 2 പേരെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ആ വാക്കുകൾ കേട്ടതും ഉമ്മറത്ത് നിന്നിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ ആ നിമിഷം ഏറ്റവും കൂടുതൽ തകർന്നത് ആദിത്യൻ്റെ മനസ്സാണ്. കാരണം ആദ്യമായിട്ടാണ് അവനെല്ലാം തിരിച്ചറിഞ്ഞതും. സോറി അമ്മ, എൻ്റെ ചേച്ചിയോട് പൊറുക്കണം. അവൾ നിങ്ങളോട് പറയാൻ പേടിച്ചിട്ടാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നതും. അനന്യയുടെ ശബ്ദം വിറച്ചു. കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞെങ്കിലും തൻ്റെ ചേച്ചിക്ക് വേണ്ടി അവൾ ധൈര്യത്തോടെ ജാനുമ്മയുടെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടതും മുറിയിലാകെ നിശബ്ദത പടർന്നു. എന്നാൽ ആ നിമിഷം ആദിത്യൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അനന്യ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിൽ തീ കോരിയിടുന്നത് പോലെ തോന്നി. നീ ആരോടടി ഇതൊക്കെ പറയുന്നത്? എൻ്റെ അമ്മയോട്. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ മുന്നോട്ട് വന്നു. ആരും പ്രതീക്ഷിക്കാത്ത വിധം അവൻ്റെ കൈകൾ അനന്യയുടെ കവളിൽ പതിച്ചു. അടിയുടെ ആഘാതത്തിൽ അവളുടെ ശരീരം പിന്നിലേക്ക് ആടിപ്പോയി. ഒരു നിമിഷം കണ്ണുകൾ അടഞ്ഞു. അടുത്ത നിമിഷം ബോധം നഷ്ടപ്പെട്ട അവൾ നിലത്തേക്ക് വീണു. അനന്യ! ആര്യയുടെ നിലവിളി വീടാകെ മുഴങ്ങിക്കേട്ടു. എല്ലാവരും ഞെട്ടലോടെ അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. നീ എന്ത് പണിയാടാ ചെയ്ത്? ദേവച്ചൻ്റെ ശബ്ദം കോപം കൊണ്ട് വിറച്ചു. അവൻ ആദിത്യൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏട്ടാ, അവൾ ചെറിയ പെൺകുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു. ദേവച്ചൻ്റെ കണ്ണുകൾ നിരാശയും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. അവിടെ വരെ ഒന്നും പറയാതെ നിന്നിരുന്ന വിഹാനും മുന്നോട്ട് വന്നു. അവൻ്റെ നോട്ടം നേരെ ആദിത്യൻ്റെ മുഖത്തേക്കായിരുന്നു. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ടല്ലോ, കേട്ടോ വിഹാൻ. ആദി, നീ നിന്റെ കോപം നിയന്ത്രിക്കാൻ ആദ്യം പഠിക്കുക ആദിത്യ. ദേവച്ചൻ്റെ വാക്കുകൾ ശാന്തമായിരുന്നെങ്കിലും അതിലുള്ള അമർഷം വ്യക്തമായിരുന്നു. ആദിത്യനൊന്നും വേണ്ടിയില്ല. സ്വന്തം കൈകളിലേക്ക് അവൻ നോക്കി. കോപത്തിൻ്റെ ഒരു നിമിഷം ചെയ്ത പ്രവൃത്തി എത്ര വലിയ തെറ്റായതെന്ന് അപ്പോഴാണ് അവന് ബോധ്യമായത്. പക്ഷെ അതിനകം വൈകിയിരുന്നു. മനസ്സിൽ കുറ്റബോധവും ദേഷ്യവും കലർന്ന അവൻ പെട്ടെന്ന് തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് തന്നെ നടന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ജാനുമ്മയുടെ ശബ്ദം കേട്ടതും ദേവച്ചൻ അനന്യയെ കൈകളിൽ കോരിയെടുത്തു. ആര്യയും വിഹാനും കൂടെ ഓടി. ജാനുമ്മയുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. തൻ്റെ മകൻ്റെ ഭാര്യ അനക്കമില്ലാതെ കിടക്കുന്നത് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് അനന്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ തങ്ങളുടെ കാറിൽ തന്നെ അവളെ കൊണ്ടുപോയി. രാത്രിയുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു, അനന്യക്കും ഒന്നും സംഭവിക്കരുതേ എന്ന് മാത്രം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മുതൽ എല്ലാവരുടെയും മനസ്സ് അനന്യയെ ചുറ്റിപ്പറ്റി. പക്ഷെ ഒരാൾ മാത്രം അവളെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയില്ല. ആദിത്യൻ. അവളെ ആശുപത്രി പ്രവേശിച്ച് വാർത്ത അറിഞ്ഞിട്ടും അവനൊരു ഫോൺ കോൾ പോലും ചെയ്തില്ല. അവളുടെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനും കൂടി അവൻ ശ്രമിച്ചില്ല. അത് ജാനുമ്മയുടെ ദേവച്ചൻ്റെയും മനസ്സിനെ വേദനിപ്പിച്ചെങ്കിലും ആ സമയത്ത് അവരുടെ ശ്രദ്ധ മുഴുവൻ അനന്യയിലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അനന്യ പതിയെ കണ്ണുകൾ തുറന്നു. മോളെ! ജാനുമ്മയുടെ വിളി കേട്ടതും അവൾ ചുറ്റും നോക്കി. എല്ലാവരും ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതോടെ വൈകുന്നേരത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെ സോഫയിൽ നിശബ്ദമായിരിക്കുകയാണ് അനന്യ. ശരീരത്തിലെ വേദനയേക്കാൾ മനസ്സിലെ മുറിവുകളെയാണ് അവളെ കൂടുതൽ തളർത്തിയത്. ആര്യവളുടെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നു. പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ അവളെ ഉപദേശിക്കുകയായിരുന്നു.
ക്ഷീണം കാരണം അനന്യ അറിയാതെ തന്നെ ആരുടെ മടിയിലേക്ക് തല ചായ്ച്ചു കിടന്നു. ആ സമയത്താണ് ദേവച്ചൻ ഫോണെടുത്തത്. ആദി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മറുവശത്തുനിന്ന് ശബ്ദം കേട്ടു. എന്താ അച്ഛാ, നീ എവിടെയാ ആദി? ഞാൻ കൊച്ചിയിലാണ്. ആ മറുപടി കേട്ട് ദേവച്ചൻ നെട്ടി. കൊച്ചിയിലോ? നീ എന്തിനാ അവിടേക്ക് പോയത്? ചോദ്യം കേട്ടതും ആദിത്യൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ശേഷം തണുത്ത സ്വരത്തിൽ പറഞ്ഞു, അങ്ങനെ പോകണമെന്ന് തോന്നി പോയി. നീ ഒറ്റയ്ക്ക് പോകേണ്ടായിരുന്നു. അനന്യയും കൂടെ കൂട്ടമായിരുന്നില്ലേ നിനക്ക്? ആ വാക്കുകൾ കേട്ട നിമിഷം ആദിത്യൻ്റെ ശബ്ദം മാറി. അതുവരെ അടക്കി വെച്ചിരുന്ന ദേഷ്യം മുഴുവൻ പുറത്തേക്ക് വന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണോ അവളെ താലി ചാർത്തിയത്? ദേവച്ചൻ അത് കേട്ടതും നിശബ്ദനായി. എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരുന്നു. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ നിബന്ധനകൾ. അവൻ്റെ ഓരോ വാക്കുകളും കോർത്ത കത്തി പോലെ വേദനിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരമെല്ലാം കഴിഞ്ഞില്ല. ഇനി എന്നെ വെറുതെ വിട്ടേക്ക്. ദേഷ്യം കൊണ്ട് അവൻ്റെ ശ്വാസം പോലും വേഗത്തിലായി. എനിക്കിനി അവളെ ആവശ്യമില്ല. ആ വാക്കുകൾ വീട്ടിലെ നിശബ്ദതയെ കീറി മുറിച്ചു. വീണ്ടും ഇനി ഒരിക്കലും അവളുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കുകയും വേണ്ട. അതും പറഞ്ഞ് ആദിത്യൻ ഫോണ് കട്ട് ചെയ്തു. സോഫയിൽ കിടന്നിരുന്ന അനന്യയുടെ ശരീരം ഒന്ന് വിറച്ചു. ഫോൺ സ്പീക്കറിലല്ലായിരുന്നില്ല. എന്നിട്ടും ആദിത്യൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം അവളുടെ കാതുകൾ വ്യക്തമായി എത്തിയിരുന്നു. എനിക്കിനി അവളെ ആവശ്യമില്ല. ആ ഒരു വാചകം മാത്രം വീണ്ടും വീണ്ടും അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. ഒരു തുള്ളി, രണ്ട് തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒഴുകി നിലത്തേക്ക് വീണു. അവൾ കരയുന്നത് ആദ്യം ശ്രദ്ധിച്ചത് ആര്യയാണ്. അവളുടെ മടിയിൽ കിടന്നിരുന്ന അനന്യയുടെ കണ്ണുനീർ അവളുടെ കൈകൾ വീണപ്പോൾ അവളുടെ ഹൃദയം വേദനിച്ചു. അനു, അവൾ പതിയെ വിളിച്ചു. പക്ഷെ അനന്യ മറുപടി പറഞ്ഞില്ല. അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു ലോകം തകർന്നു വീണു. ജീവിതം മുഴുവൻ സ്നേഹിക്കാമെന്ന് കരുതിയ ഒരാൾ തൻ്റെ ഭർത്താവ് തന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സത്യം അംഗീകരിക്കാൻ അവളുടെ മനസ്സിന് കഴിഞ്ഞില്ല. ഒരു നിമിഷം അവൾക്ക് തോന്നിയത് ഒന്ന് മാത്രം. ഞാൻ ഇത്രയും ആർക്കും വേണ്ടാത്തവളാണോ എന്നുമാണ് അവളുടെ മനസ്സിലേക്ക് വന്നത്. ആ ചോദ്യം അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു.